എല്ലാവർക്കും നമസ്കാരം. ഞാൻ ദേവിക സന്തോഷ്, 9 ക്ലാസ്സിലെ സയൻസ് ക്ലബ് കൺവീനറാണ്. നമ്മുടെ സയൻസ് ക്ലബിൻ്റെ ജൂൺ മാസത്തിലെ പ്രവർത്തനമായിരുന്നു ഭാരതീയ ശാസ്ത്രജ്ഞനെ പരിചയപ്പെടുത്തുന്ന പോസ്റ്റർ നിർമ്മാണം. എല്ലാ ക്ലാസ്സിൽ നിന്നും സജീവമായി പങ്കാളിത്തമുണ്ടായി എന്നറിഞ്ഞതിൽ സന്തോഷം രേഖപ്പെടുത്തുന്നു. നമ്മുടെ സയൻസ് ക്ലബിൻ്റെ ജൂലൈ മാസത്തിലെ പ്രവർത്തനമാണ് വീഡിയോ പ്രസൻറ്റേഷൻ. എല്ലാവർക്കും അറിയുന്നുണ്ടാകും, ജൂലൈ 21 ചാന്ദ്രദിനം. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയതിൻ്റെ ഓർമ്മയ്ക്കായി എല്ലാ വർഷവും ജൂലൈ 21 ചാന്ദ്രദിനമായി ആചരിക്കുന്നു. ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയത് നീൽ ആംസ്ട്രോങ് ആയിരുന്നു. നമ്മുടെ സയൻസ് ക്ലബിൻ്റെ ഭാഗമായി കുട്ടികൾ നിർമ്മിച്ച വീഡിയോകൾ, വിശദീകരണങ്ങൾ, പോസ്റ്ററുകൾ എന്നിവ ഇവിടെ പ്രദർശിപ്പിക്കാൻ പോവുകയാണ്. ഇതിൽ പങ്കെടുത്ത് എൻ്റെ എല്ലാ സഹപാഠികൾക്കും നന്ദി അറിയിക്കുന്നു. ചന്ദ്രൻ ഉണ്ടായതെങ്ങനെ? 45 കോടി വർഷങ്ങൾക്ക് മുമ്പ് ചൊവ്വാഗ്രഹത്തിൻ്റെ അത്രയും വലിപ്പമുള്ള ഒരു വസ്തു ഭൂമിയെ വന്ന് ഇടിക്കുകയുണ്ടായി. ആ ഇടിയുടെ ആഘാതത്തിൽ ഭൂമിയുടെ പല ഭാഗങ്ങൾ അടർന്നു മാറുകയും പിന്നീട് അവയെല്ലാം കൂടിച്ചേർന്ന് ഒരു വസ്തുവായി മാറുകയും ചെയ്തു. ആ വസ്തുവാണ് ചന്ദ്രൻ. അന്ന് ആദ്യമായി ഉണ്ടായ ചന്ദ്രന് ഭൂമിയിൽ നിന്നുള്ള അകലം വളരെ കുറവായിരുന്നു. ഇന്നുള്ള ദൂരത്തിൻ്റെ 15ൽ 1 ഭാഗം മാത്രമാണ് അന്നുണ്ടായിരുന്നത്. 42 കോടി വർഷങ്ങൾക്ക് മുമ്പ് ചന്ദ്രന് ശക്തമായ കാന്തിക വലയങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. 41 കോടി വർഷങ്ങൾക്കും 38 കോടി വർഷങ്ങൾക്കും ഇടയിലുള്ള കാലഘട്ടത്തിൽ ചന്ദ്രനിൽ അതിശക്തമായി ഉൽക്കകൾ വന്ന് പതിക്കാൻ തുടങ്ങി. അന്നുണ്ടായ ആ ഉൽക്കാപതനം കാരണമാണ് ഇന്ന് നമ്മൾ ഭൂമിയിൽ നിന്നും ചന്ദ്രനെ നോക്കുമ്പോൾ വ്യത്യസ്തമായിട്ടുള്ള പല പാടുകൾ കാണാൻ സാധിക്കുന്നത്. 31 കോടി വർഷങ്ങൾക്ക് മുമ്പ് ചന്ദ്രനുണ്ടായിരുന്ന അതിശക്തമായ കാന്തിക വലയങ്ങളുടെ ശക്തി ക്രമാതീതമായി കുറയാൻ തുടങ്ങി. അതിൻ്റെ കാരണം ശക്തമായ സൂര്യൻ്റെ കിരണങ്ങളാണ്. പിന്നീടുള്ള കാലഘട്ടത്തിൽ ചന്ദ്രനിൽ ഭീമാകാരമായ അഗ്നിപർവ്വതങ്ങൾ ഉണ്ടായി. അവ ക്രമേണ പൊട്ടിത്തെറിക്കാനും തുടങ്ങി. കാലപ്പഴക്കത്തിൽ ചന്ദ്രൻ പിന്നീട് തണുക്കുകയായിരുന്നു. സോളാർ സിസ്റ്റത്തിൽ ഇപ്പോൾ ഏറ്റവും തണുത്ത പ്രദേശം ചന്ദ്രനാണ്. Hello everyone, I am Sneha Sunny from class 10D. July 21st, we all are celebrating World Moon Day. Insight Investment Astronomy Photographer of the Year 2017 shares their top facts about Moon. Let's see some of them. Moon surface is actually dark. When we are looking at the night sky, we can see Moon with great brightness and reflectance. But actually, Moon surface is very dark. It is the sun's rays that make Moon as brighter. The size of Sun and Moon are not actually the same. From Earth, both the Sun and the Moon appears in the same size, but in the reality, they are not same. The reason for this is that the Moon is 400 times smaller than the Sun. At the same time, it is 400 times closer to the Earth when compared to the distance between Sun and the Moon. The last fact, Moon has quakes too, but they are not known as earthquakes. They are known as moonquakes. The reason for moonquakes are the gravitational influence by the Earth, but they are weaker when compared to the earthquakes. Moon is Earth's only permanent natural satellite. It is the 5th natural satellite in the solar system. Largest among planetary satellites related to the size of the planets which they orbit. The Moon was made when rocks smashed into the Earth. The most widely accepted explanation. ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. 1960 തുടക്കത്തിലാണ് US പ്രസിഡന്റ് ജോൺ എഫ് കെന്നഡി നാസയിലെ ശാസ്ത്രജ്ഞരോട് ഒരു സ്വപ്നം പങ്കുവച്ചത്. മനുഷ്യൻ ചന്ദ്രനെ കീഴടക്കണം 10 വർഷത്തിനുള്ളിൽ. അന്നു മുതൽ അതിനുള്ള ശ്രമം തുടങ്ങി.
10 വർഷം തികയുന്നതിന് മുൻപ് 1969 നീൽ ആംസ്ട്രോങ്ങിലൂടെ ലക്ഷ്യത്തിലെത്തുകയും ചെയ്തു. ഇത് ഒരു മനുഷ്യൻ്റെ ചെറിയ കാൽവയ്പ്, മാനവരാശിക്ക് വലിയ കുതിച്ചുചാട്ടവും എന്ന് ആംസ്ട്രോങ്ങിനാൽ തന്നെ വിശേഷിക്കപ്പെട്ട ഈ സംഭവം മാനവ ചരിത്രത്തിലെ നാഴികക്കല്ലുകളിലൊന്നായി വിശേഷിക്കപ്പെടുന്നു. ബഹിരാകാശ ഗവേഷണ രംഗത്ത് നാഴികക്കല്ലായി മാറിയ ആദ്യ ചാന്ദ്ര ദൗത്യത്തിൻ്റെ ഖ്യാതി അമേരിക്ക നേടിയെടുത്തതിന് പിന്നിൽ ഒരു പ്രതികാരത്തിൻ്റെ കഥയുണ്ട്. അമേരിക്കൻ ശാസ്ത്രജ്ഞരായ നീൽ ആംസ്ട്രോങ്ങും എഡ്വിൻ ആൽഡ്രിനും 1969 ജൂലൈ 20 ചന്ദ്രനിലിറങ്ങി അമേരിക്കൻ പതാക നാട്ടിയപ്പോൾ സോവിയറ്റ് യൂണിയനുള്ള മറുപടി കൂടിയായിരുന്നു അത്. 1957 സ്പുട്നിക് എന്ന ഉപഗ്രഹത്തെ സോവിയറ്റ് യൂണിയൻ ബഹിരാകാശത്ത് എത്തിച്ചത് അക്ഷരാർത്ഥത്തിൽ അമേരിക്ക ഞെട്ടിച്ചിരുന്നു. 1961 യൂറി ഗഗാറിൻ എന്ന സോവിയറ്റ് ഗഗനചാരി ഭൂമിയുടെ ഗുരുത്വാകർഷണത്തെ ഭേദിച്ചപ്പോൾ ആ ഞെട്ടൽ അങ്കലാപ്പായി. പിന്നീട് റഷ്യ വിക്ഷേപിക്കുന്ന ഓരോ റോക്കറ്റുകളും അമേരിക്കൻ അഭിമാനത്തിനേൽക്കുന്ന തീപ്പന്തങ്ങളായിരുന്നു. Hello friends, today July 20th, National Moon Day. I introduced the essay on the moon. The moon is the most beautiful thing in the sky. We see the moon in the night sky. It looks beautiful. It is round in shape. It is bright. Its bright moonlight is very soft. It does not have its own light. The moon gets light from the sun. It is the only one satellite of the earth. Man has landed on the moon. It moves round the earth. It rises in the east and sets in the west. The moon is 1/4 size of the earth. When we look at the moon at night, we see dark spots on it. The moon looks in different shapes in different times. For 15 days it grows bigger. Then it becomes round in a ball. It is called full moon. After this it starts to become smaller on the 15th day. There is no moon in the sky. We call it new moon day. Thank you. പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. തങ്കത്താഴികക്കുടമല്ല, താരാപഥത്തിലെ രഥമല്ല, ചന്ദ്രബിംബം കവികൾ പുകഴ്ത്തിയ സ്വർണമയൂരമല്ല, തങ്കത്താഴികക്കുടമല്ല. ഇങ്ങനെ മാനത്തെ വിസ്മയക്കാഴ്ചകൾ വർണ്ണിക്കാത്ത കവികളുണ്ടോ? ക്യാൻവാസിൽ പകർത്താത്ത ചിത്രകാരന്മാരുണ്ടോ? കുട്ടിക്കാലത്ത് അമ്പിളിമാമനെ കാട്ടിക്കൊതിപ്പിച്ച് അമ്മ നിങ്ങൾക്കും ചോറ് തന്നിട്ടില്ലേ? മാനത്തെ ഈ വെള്ളി വെളിച്ചം മനുഷ്യന് എന്നും ഒരു വിസ്മയമായിരുന്നു. അതിനെ എത്തിപ്പിടിക്കുക എന്നത് അവൻ്റെ സ്വപ്നവും. അനവധി ബഹിരാകാശ പര്യവേഷണങ്ങൾക്കൊടുവിൽ ശാസ്ത്രത്തിൻ്റെ ചിറകിലേറി 1969 ജൂലൈ 21 മനുഷ്യൻ ചന്ദ്രപഥത്തിൽ ഇറങ്ങുക തന്നെ ചെയ്തു. അതൊരു ചരിത്ര നിമിഷമായിരുന്നു. അതോടെ ചന്ദ്രനെക്കുറിച്ചുള്ള പല ധാരണകളും അന്ധവിശ്വാസങ്ങളും തകർന്നടിഞ്ഞു. ഭൂമിക്ക് പുറത്തുള്ള ഏതൊരു സ്ഥലത്തും മനുഷ്യന് എത്തിച്ചേരാനാകും എന്ന് അതിലൂടെ വെളിവാക്കപ്പെട്ടു. നീൽ ആംസ്ട്രോങ്, എഡ്വിൻ ആൽഡ്രിൻ, മൈക്കൽ കോളിൻസ് എന്നീ 3 അമേരിക്കൻ ബഹിരാകാശ യാത്രികർ അപ്പോളോ 2 എന്ന ബഹിരാകാശയാനത്തിൽ ആദ്യമായി ചന്ദ്രനിലെത്തി. നീൽ ആംസ്ട്രോങ്ങിനാണ് ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്താനുള്ള ഭാഗ്യം ലഭിച്ചത്. മനുഷ്യന് ഇത് ഒരു ചെറു കാൽവെപ്പ്, മാനവകുലത്തിനാകട്ടെ വലിയൊരു കുതിച്ചുചാട്ടവും എന്നാണ് നീൽ ആംസ്ട്രോങ് പറഞ്ഞത്. ഭൂമിയുടെ ഒരേയൊരു പ്രകൃതിദത്ത ഉപഗ്രഹമാണ് ചന്ദ്രൻ.
ഭൂമിക്ക് പുറത്ത് മനുഷ്യൻ ചെന്നെത്തിയിട്ടുള്ള ഒരേയൊരു ഗോളം ചന്ദ്രനാണ്. ചന്ദ്രൻ ഭൂമിയിൽ നിന്നും കാണുന്ന പോലെ സുന്ദരനൊന്നുമല്ലാട്ടോ. അവിടെ വലിയ ഗർത്തങ്ങളും പാറകളുമൊക്കെയാണ്. പകൽ കൊടും ചൂടും രാത്രി അതിശൈത്യവുമാണ്. ഭൂമിയുടേതുപോലുള്ള അന്തരീക്ഷമൊന്നുമല്ല. ഇന്ത്യയുടെ ആദ്യത്തെ ചാന്ദ്ര ദൗത്യമായിരുന്നു ചന്ദ്രയാൻ 1. ചന്ദ്രോപരിതലത്തിലെ ജലസാന്നിധ്യം കണ്ടെത്താൻ ഈ ദൗത്യം സഹായകരമായി. ഇതുവരെ ആരും ചെന്നെത്തിയിട്ടില്ലാത്ത ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തെ തൊട്ടറിയാനുള്ള ഇന്ത്യയുടെ ദൗത്യമായിരുന്നു ചന്ദ്രയാൻ 2. എന്നാൽ ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങുന്നതിൻ്റെ 13 മിനിറ്റ് മുമ്പ് ISROയുമായുള്ള ബന്ധം നഷ്ടപ്പെടുകയായിരുന്നു. വിജയത്തെക്കാളേറെ പരാജയ സാധ്യതകൾ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഇതുവരെ ആരും ചെന്നെത്തിയിട്ടില്ലാത്ത ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിലേക്ക് ഇന്ത്യ പറന്നത്. ചന്ദ്രനിൽ മനുഷ്യനെ ഇറക്കിയത് പാഴ്ചിലവായി പോയില്ലേ എന്ന് ചോദിക്കുന്ന ധാരാളം ആളുകളുണ്ട്. എന്നാൽ മറ്റൊരു വിധത്തിൽ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ചെറിയൊരു വൈറസിന് മുൻപിൽ ലോകം ഞെട്ടിയുറച്ചു നിൽക്കുകയാണ്. പ്രകൃതി ദുരന്തങ്ങൾ നമ്മെ വേട്ടയാടുന്നു. ജലമലിനീകരണം ധരണിയെ കൊണ്ടു തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ മനുഷ്യന് അന്യഗോളങ്ങളിൽ പോകേണ്ടി വന്നേക്കാം. അപ്പോൾ പിന്നെ എന്തിനു വൈകിക്കണം? മനുഷ്യനെ എപ്പോഴും മുന്നോട്ട് നയിക്കുന്നത് ഇതുപോലെയുള്ള സാഹസികതകളാണ്. ഡോക്ടർ APJ അബ്ദുൽ കലാം പറഞ്ഞതുപോലെ, ഉറങ്ങുമ്പോൾ കാണുന്നതല്ല സ്വപ്നം, ഉറങ്ങാൻ അനുവദിക്കാത്തതാണ് എന്ന ഈ സത്യം ഈ ദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ജയ് ഹിന്ദ്. Hello, my dear friends. I'm Mitronda UN from 8D. Do you know why am I here today? Yes, today is July 21st, the Moon Day. Why do we celebrate Moon Day? National Moon Day marks the day in history when man landed on the moon for the first time on July 21st, 1969. Apollo 11 carried 2 astronauts to the surface of the moon. National Moon Day celebrates not only the historical lunar landing on July 21st, 1969, but the day also reminds us of the uphill slog to get the space program literally off the ground. On National Moon Day, we remember both the quirky and profound moments in the space race that ended with the Americans being the first to plant their flag on the moon. Now, let's take a look at the history of National Moon Day. American astronauts Neil Armstrong and Edwin Buzz Aldrin became the first humans in history to land on the moon on July 21st, 1969. The Grand Apollo 11 mission took place 8 years after the national goal announcement by President John F. Kennedy to send a man to the moon by the end of the 1960s. Now, let's take a look at the mission Apollo 11. Neil Armstrong, Buzz Aldrin, and Michael Collins were the passengers on the Apollo 11 mission. They went on a Saturn V rocket. Saturn is a 3-stage rocket that weighs almost 52 million kilograms and is 116 meters high. The command service module is located at the top of the Saturn V and the lunar module below it. The command or service module has 2 parts, the command module and the service module. Now, let's watch a video. One giant leap for mankind. Columbia, this is Houston, AOS, over. Houston, Columbia on the high gate, over. Roger, the EVA is progressing beautifully. They're setting up the flag now. I guess you're about the only person around that doesn't have TV coverage of the scene. That's all right, I don't mind a bit. They've got the flag up now, and you can see the stars and stripes on the lunar picture. Are you getting a TV picture now, Houston? Neil, yes, we are getting a TV picture. You're in our field of view now.
I'd like to evaluate the various paces that a person can traveling on the surface. You do have to be. All right, you do have to be rather careful to keep track of where your center of mass is. Sometimes it takes about 2 or 3 paces to make sure. That's one small step for man, one giant leap for mankind. These are the words that you're all familiar with. Yes, these are the words by Neil Armstrong. Thanks for watching. Hope this video will make a day. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഏവർക്കും നമസ്കാരം. അമേരിക്കക്കാരായ നീൽ ആംസ്ട്രോങ്, എഡ്വിൻ ആൾഡ്രിൻ, മൈക്കൽ കോളിൻസ് എന്നീ ബഹിരാകാശ യാത്രികർ അപ്പോളോ 11 പേടകത്തിൽ ഭൂമിയുടെ ഉപഗ്രഹമായ ചന്ദ്രനിലേക്കും ചരിത്രം കുറിക്കാൻ കുതിച്ചിറങ്ങി. ജൂലൈ 21 അപ്പോളോ 11 വാഹനത്തിൽ നിന്നും ചന്ദ്രനിലിറങ്ങി നടന്ന നീൽ ആംസ്ട്രോങ് ആദ്യമായി ചന്ദ്രോപരിതലത്തിൽ കാലുകുത്തിയ മനുഷ്യൻ എന്ന നേട്ടം കരസ്ഥമാക്കി. ചന്ദ്രനിൽ കാലുകുത്തിയ രണ്ടാമത്തെ മനുഷ്യൻ എഡ്വിൻ ആൾഡ്രിനായിരുന്നു. മൈക്കൽ കോളിൻസ് വാഹനത്തിൽ നിയന്ത്രിക്കുകയായിരുന്നു. 3476 കിലോമീറ്റർ വ്യാസമുള്ള ചന്ദ്രന് ഏകദേശം 450 കോടി വർഷം പ്രായം കണക്കാക്കുന്നു. ഭൂമിയുടെ ഏക ഉപഗ്രഹമായ ചന്ദ്രൻ 27 ദിവസം 7 മണിക്കൂർ 43 മിനിറ്റ് 13.6 സെക്കൻഡ് സമയമെടുത്താണ് ഭൂമിയെ ഒരു തവണ ചുറ്റുന്നത്. ഏത് സവിശേഷതകളും കൗതുകരവുമായ നമ്മുടെ അമ്പിളിമാമൻ്റെ കീഴിൽ കുതിച്ചു പോകാനും വിവരങ്ങൾ അറിയാനും ശാസ്ത്രലോകത്തിന് ഇന്ന് കഴിഞ്ഞു. ബഹിരാകാശ യാത്രകൾ ശാസ്ത്ര സാങ്കേതികതയിൽ വരുത്തിയ ഗുണപരമായ മാറ്റങ്ങളെക്കുറിച്ച് ഓർക്കാനും പഠിക്കാനുമുള്ള ഒരു ദിനമായി നമുക്ക് ചന്ദ്രദിനത്തെ വിനിയോഗിക്കാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. അമ്പിളിയമ്മാവൻ എന്നും മനുഷ്യ മനസ്സുകൾക്ക് കൗതുകവും അദ്ഭുതവുമായിരുന്നു. 1969 ജൂലൈ 21 അമേരിക്കൻ ബഹിരാകാശ യാത്രികർ ചന്ദ്രനിൽ കാലുകുത്തിയപ്പോൾ ലോകം മുഴുവൻ വിസ്മയത്തോടെ ശ്വാസമടക്കി നിന്നു. നീൽ ആംസ്ട്രോങ്ങും എഡ്വിൻ ആൾഡ്രിനും മൈക്കൽ കോളിൻസും ചരിത്രത്തിൻ്റെ ഭാഗമായി. ഇതൊരു ചെറിയ കാൽവെപ്പ് മാത്രം. മാനവരാശിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ കുതിച്ചുചാട്ടം എന്ന് നീൽ ആംസ്ട്രോങ് പറഞ്ഞത് എത്രയോ സത്യം. പിന്നീട് അങ്ങോട്ട് നാസയുടെ നേതൃത്വത്തിൽ 12 അമേരിക്കൻ ബഹിരാകാശ ഗവേഷകർ ചന്ദ്രനിൽ കാലുകുത്തി. ലോകരാജ്യങ്ങളെല്ലാം ചന്ദ്രൻ്റെ രഹസ്യങ്ങൾ തേടിയുള്ള യാത്രയിലാണ്. ബഹിരാകാശ ശാസ്ത്ര രംഗത്ത് ഒരു കുതിച്ചുചാട്ടം തന്നെ ഉണ്ടായിരിക്കുന്നു. ഇന്ത്യയും ബഹിരാകാശ ശാസ്ത്ര രംഗത്ത് തൻ്റേതായ നേട്ടങ്ങൾ നൽകിക്കഴിഞ്ഞു. ചന്ദ്രയാൻ 1, ചന്ദ്രയാൻ 2 പ്രോജക്റ്റുകൾ ഇന്ത്യയുടെ അഭിമാനം ഉയർത്തിപ്പിടിക്കുന്നു. വിജയത്തിൻ്റെ പടവുകൾ ഓരോന്നായി കടന്ന് നാം ചന്ദ്രനിൽ എത്തിച്ചേരുന്ന ദിനം ചന്ദ്രയാൻ ദിനം 1969 ജൂലൈ 20 ഇന്ത്യൻ സമയം അനുസരിച്ച് ജൂലൈ 21 നീൽ ആംസ്ട്രോങ് ചന്ദ്രനിൽ ആദ്യമായി കാലുകുത്തിയത്. നീൽ ആംസ്ട്രോങ് മുതൽ യൂജിൻ നെന്മാർ വരെ 12 മനുഷ്യർ ചന്ദ്രലോകത്ത് നടന്നു. സങ്കല്പിക സ്വർഗത്തിലെ പാലരുവികളെ തങ്ങളുടെ പാദസ്പർശത്താൽ യാഥാർത്ഥ്യത്തിൻ്റെ കവിതയാക്കി മാറ്റി അവർ ഓരോരുത്തരും. സ്വർഗത്തെയും ഭൂമിയെയും വേർതിരിക്കുന്ന അതിർത്തിയായ ചിന്തകർ സങ്കല്പിച്ചിരുന്ന ചന്ദ്രബിംബം ശാസ്ത്രാന്വേഷണത്തിൻ്റെ സാക്ഷ്യപത്രമായി. ത്രസിപ്പിക്കുന്ന അനുഭവങ്ങളുടെയും പരമ്പര തന്നെയുണ്ട് ചന്ദ്രയാത്രകൾക്കു പിന്നിൽ. ശാസ്ത്ര സാങ്കേതികതയുടെയും വിദ്യയുടെയും വളർച്ച മുതൽ രാഷ്ട്രീയ ഇടപാടുകൾ വരെ ഉപഗ്രഹങ്ങളും വിക്ഷേപ വാഹനങ്ങളുടെയും പരീക്ഷണങ്ങളും ജയപരാജയങ്ങളും. നമസ്കാരം. 1969 ജൂലൈ 21 2 മണി 56 മിനിറ്റ് 15 സെക്കൻഡ്. ഭൂമിയിലും ചന്ദ്രനിലും ഒരുപോലെ സന്തോഷവും ആഹ്ലാദവും തിരതല്ലിയ ദിവസം. ചന്ദ്രനിൽ മനുഷ്യർ ആദ്യമായി കാലുകുത്തിയ ദിവസം. ചില സമയത്ത് ആകാശത്ത് പാൽക്കിണ്ണമായും ചിലപ്പോൾ തേങ്ങാപ്പൂളായും അപ്രാപ്യമായിരുന്ന ഗ്രഹം കഥയായും കടങ്കഥയായും കവിതയായും സൗന്ദര്യത്തിൻ്റെ പ്രതീകമായും നമ്മെ എന്നും കൊതിപ്പിച്ചിരുന്ന അമ്പിളിയമ്മാവൻ മനുഷ്യനൊരു ചെറുചുവട് വെച്ചപ്പോഴേക്കും മാനവരാശിയുടെ കുതിച്ചുചാട്ടമാണിതെന്ന് നീൽ ആംസ്ട്രോങ് ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയപ്പോൾ പറഞ്ഞിരുന്നത്. അതെ, ചന്ദ്രനെക്കുറിച്ചും മറ്റ് ഗ്രഹങ്ങളെക്കുറിച്ചും
പ്രപഞ്ച രഹസ്യങ്ങളെക്കുറിച്ചുമുള്ള പഠനത്തിനും ഊർജം പകർന്ന വാക്കുകളാണിത്. ചന്ദ്രനെ കീഴടക്കാനുള്ള മഹാദൗത്യമായിരുന്നു അപ്പോളോ 11. ഇതിനായി തിരഞ്ഞെടുക്കപ്പെട്ടവർ നീൽ ആംസ്ട്രോങ്ങും എഡ്വിൻ ആൽവിനും മൈക്കിൾ കോൾവിൻസും. ഇവർ ഈ ദൗത്യം ഏറ്റെടുക്കുമ്പോൾ ആരും കരുതിയില്ല വിജയശ്രീ ലാളിതരായി അവർ ഭൂമിയിൽ തിരിച്ചെത്തുമെന്ന്. എങ്കിലും കഠിന പരിശീലനങ്ങളും തയ്യാറെടുപ്പുകളുമായി നീൽ ആംസ്ട്രോങ്ങും സംഘവും ശാരീരികവും മാനസികവുമായ കരുത്താർജിച്ചു ഭൂമിയിൽ നിന്ന് പുറപ്പെടുന്നതിന് അല്പം മുമ്പ് അവരിലൊരാൾ പറഞ്ഞു, എന്തായാലും ഒരിക്കൽ മരിക്കും. അത് ഇതുവരെ സാധിക്കാത്ത ചന്ദ്രനിലെത്തിയിട്ടാണെങ്കിൽ അതിനുമില്ലേ ഒരു രസം. ആംസ്ട്രോങ്ങും ആൽവിനും ചന്ദ്ര ഉപരിതലത്തിൽ ലോകാത്ഭുതം സൃഷ്ടിക്കുമ്പോൾ മൈക്കിൾ കൊളൈൻസ് കൊളംബിയയെ നിയന്ത്രിച്ചുകൊണ്ട് ചന്ദ്രനെ ചുറ്റുകയായിരുന്നു. നീൽ ആംസ്ട്രോങ് മുതൽ യുജീൻ സൽനാൻ വരെ 12 മനുഷ്യർ ചന്ദ്രന്റെ മണ്ണിൽ നടന്നു. മനുഷ്യന്റെ അടങ്ങാത്ത പരിശ്രമത്തിന്റെ ഫലമാണ് ചന്ദ്രയാത്ര സഫലമായത്. പരാജയപ്പെട്ട നിരവധി ഉദ്യമങ്ങൾക്കൊടുവിൽ അനേകം മനുഷ്യരുടെ കഠിന പ്രയത്നത്തിന്റെയും വിയർപ്പിന്റെയും കണ്ണീരിന്റെയും സ്വപ്നങ്ങളുടെയും പ്രതീക്ഷകളുടെയും ഫലമായാണ് മനുഷ്യർക്ക് ചന്ദ്രനിൽ കാലുകുത്താൻ സാധിച്ചത്. ചാന്ദ്ര രഹസ്യങ്ങൾ തേടിയുള്ള ലോകത്തിന്റെ അന്വേഷണത്തിനും പ്രയത്നത്തിനും വലിയ സംഭാവന നൽകാൻ ഭാരതത്തിനും കഴിഞ്ഞിട്ടുണ്ട്. ഭാരതത്തിന്റെ ചാന്ദ്ര പരിവേഷത ദൗത്യമായ ചന്ദ്രയാൻ 1 2008 ഒക്ടോബർ 22 വിക്ഷേപിച്ചതിലൂടെ ഇന്ത്യൻ ബഹിരാകാശ ചരിത്രം കൂടുതൽ ശോഭിതമായി. ദക്ഷിണ ധ്രുവത്തിൽ പരിവേഷമായി ഇന്ത്യ വിക്ഷേപിച്ച ചന്ദ്രയാൻ 11 പ്രതീക്ഷിച്ച പോലെ സോഫ്റ്റ് ലാൻഡിംഗ് നടന്നില്ലെങ്കിലും ചന്ദ്രയാൻ 2ന്റെ ദൗത്യം 90 മുതൽ 95% വരെ പൂർത്തിയായതായാണ് ISRO ശാസ്ത്രജ്ഞർ കണക്കാക്കുന്നത്. ചാന്ദ്ര രഹസ്യങ്ങൾ തേടിയുള്ള അന്വേഷണവും പ്രയത്നവും പുതിയ പദ്ധതികളും നാം ഇന്നും ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്നു. അതെല്ലാം വിജയത്തിൽ തന്നെ എത്തിച്ചേരട്ടെ. മനുഷ്യന്റെ ആദ്യ യാത്രയുടെ പ്രസക്തിയും ശാസ്ത്ര സാങ്കേതികതയോടുള്ള ആഭിമുഖ്യവും വളർത്തുന്നതിനാണ് ജൂലൈ 21 ചാന്ദ്രദിനമായി നമ്മൾ ആഘോഷിക്കുന്നത്. നമുക്കും ശാസ്ത്രത്തിന്റെ ചിറകിലേറി അമ്പിളിയമ്മാവനെ പിടിക്കാൻ സാധിക്കട്ടെ. എല്ലാ കൂട്ടുകാർക്കും അതിന് സാധിക്കും. നന്ദി, നമസ്കാരം. നമസ്തേ. മാമുണ്ട അമ്പിളിയമ്മാവനെ പിടിച്ചു തരാം എന്ന് പറയുന്ന മോഹന വാഗ്ദാനത്തിൽ വീണുപോയവരാണ് നമ്മൾ. ഭൂമിയുടെ ഒരേയൊരു പ്രകൃതിദത്ത ഉപഗ്രഹമാണ് ചന്ദ്രൻ. നീൽ ആംസ്ട്രോങ് എന്ന ഗഗനസഞ്ചാരി മനുഷ്യൻ്റെ കഥകളിലും കവിതകളിലും വിശ്വാസങ്ങളിലും നിറഞ്ഞു നിന്ന ചന്ദ്രനിൽ കാൽച്ചവിട്ടിയിറങ്ങിയതിൻ്റെ ഓർമ്മയ്ക്കായാണ് ജൂലൈ 21 ചാന്ദ്രദിനമായി ആചരിക്കുന്നത്. ചന്ദ്രോപരിതലത്തിലെ രഹസ്യം തേടിയുള്ള മനുഷ്യൻ്റെ യാത്രയ്ക്ക് അരനൂറ്റാണ്ടിലേറെ പഴക്കമുണ്ട്. ഈ ദൗത്യത്തിൽ വിജയക്കൊടി പാറിച്ചവരെക്കാൾ കൂടുതൽ പരാജയം രുചിച്ചവരാണ്. 1969 ജൂലൈ 21 അപ്പോളോ 11 എന്ന ബഹിരാകാശ പേടകത്തിൽ ഈഗിൾ എന്ന വാഹനത്തിൽ നീൽ ആംസ്ട്രോങ്ങും സംഘവും ചന്ദ്രനിൽ കാൽവെക്കുമ്പോൾ അത് മനുഷ്യരാശിയുടെ കുതിച്ചുചാട്ടത്തിൻ്റെ കാൽവെപ്പ് കൂടിയായിരുന്നു. നീൽ ആംസ്ട്രോങ് മുതൽ യൂജിൻ സെർനാൾ വരെ 12 പേർ ചന്ദ്രൻ്റെ മണ്ണിലൂടെ നടന്നിട്ടുണ്ട്. അവരെപ്പോലെ ശാസ്ത്രത്തിൻ്റെ ചിറകിലേറി ചരിത്രത്തിൻ്റെ ഭാഗമാകാൻ എല്ലാ കൂട്ടുകാർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. Chandrayaan 2 mission is a highly complex mission which represents a significant technological leap compared to the previous missions of ISRO. It comprised an orbiter, lander and rover to explore the unexplored south pole of the moon. The mission is designed to expand the lunar scientific knowledge through detailed study of topography, seismography, mineral identification and distribution, surface chemical composition, thermophysical characteristics of topsoil, and composition of the tenuous lunar atmosphere, leading to a new understanding of the origin and evolution of the moon. After the injection of Chandrayaan 2, a series of maneuvers were carried out to raise its orbit, and on August 14, 2019, following translunar insertion maneuver, the spacecraft escaped from orbiting the Earth and followed a path that took it to the vicinity of the Moon. On August 20, 2019, Chandrayaan 2 was successfully inserted into lunar orbit. While orbiting the Moon in a 100-kilometer lunar polar orbit on September 2, 2019, Vikram landed
lander was separated from the orbiter in preparation for landing. Subsequently, 2 deorbit maneuvers were performed on Vikram lander so as to change its orbit and begin circling the moon in a 100 km into 35 km orbit. Vikram lander descent was a planned and normal performance was observed up to an altitude of 2.1 km. A last-minute software glitch led to the failure of the Chandrayaan-2 mission. Vikram lander crash landed on the moon's surface after its guidance software went kaput, according to an internal report presented to the Space Commission.